ഹലോ ഗൈസ്, അപ്പോൾ ട്രിവാൻഡ്രം പോയതിൻ്റെ കുറച്ചും കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കനകക്കുന്ന് പോയതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കനകക്കുന്നിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ ആ റോഡിൽ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് ഓണം ടൈമിൽ ഇങ്ങനെയാണ് അടിപൊളിയായിട്ടാണ്. ഹാർട്ട് ഷേപ്പ് ആയിട്ടും സർക്കിളൊക്കെ ആയിട്ട് ഫുൾ ഇങ്ങനത്തെ ലൈറ്റൊക്കെ ആയിട്ട് വേറെ എവിടെയോ പോയ പോലെ ഭയങ്കര വൈബായിരുന്നു അവിടെ കൂടെ നടക്കാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നടന്നു തന്നെ അറിഞ്ഞില്ല, മീൻസ് ആ ഒരു ലൈറ്റും കാര്യങ്ങളായിട്ട്. പിന്നെ ഞങ്ങളും സംസാരിച്ചിട്ട് ഇങ്ങനെ നടന്നൊട്ടും അറിഞ്ഞില്ല. അങ്ങനെ കനകക്കുന്നിലെത്തിയപ്പോൾ അവിടെയും ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഇങ്ങനൊരു ഇറക്കം, മീൻസ് അവിടെ തന്നെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ അവിടെ ഇങ്ങനെ ഭരത്താദ്യം ഉരുണ്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വേണ്ടാന്ന് വെച്ചവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും നേഹയും അങ്ങ് കയറി. പിന്നെ ഞങ്ങളെ അവ ഉരുട്ടിടാൻ തുടങ്ങി. അങ്ങനെ നേഹേനെ ഉരുട്ടി, എന്നെയും ഉരുട്ടി, അവനെയും ഞങ്ങൾ ഉരുട്ടി. ഞങ്ങളവിടെ ഉരുണ്ട് കളിക്കായിരുന്നു. ശരിക്കും എൻ്റെ നേഹേൻ്റെ പ്രായത്തിലുള്ള ആരും അവിടെ ഉരുണ്ട് കളിക്കുന്നില്ല. ചെറിയ കുട്ടികളാണ് എല്ലാവരും ഉരുളുന്നത്. പിന്നെ ഞങ്ങളും വെറുതെ കൂടി ഉരുളാനായിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഉരുണ്ട് കളിച്ച് നമ്മളൊരു ഇന്നർ ചൈൽഡിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയി. ഭരത്തിൻ്റെ കൂടെ കളിക്കുമ്പോൾ പിന്നെ അങ്ങനെയാണ്, നമ്മൾ പിന്നെ കൂടെ തന്നെ കളിച്ചു. ആ സമയത്ത് ചേച്ചിയും അതേപോലെ തന്നെ മാമിയും കൂടിയും പോയിട്ട് കുറേ ഗോബി മഞ്ചൂരി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിക്കായിരുന്നു. പിന്നെ അവിടെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും അങ്ങനെ കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ ലൈവ് പോക്കായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമൃത സുരേഷിൻ്റെ ഒരു അടിപൊളി പാട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ദൂരത്തുനിന്ന് കണ്ട്, അവിടെ ഫുൾ ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ സ്പ്രിങ്കിൾസ് ഇട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ പാരഗണിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പാരഗണിൽ പോയപ്പോൾ ഫ്രം കോഴിക്കോട് ടു ദ വേൾഡ് എന്നിട്ട് ഇങ്ങനെ മെനുവിൽ തന്നെ കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷം. എന്താ അറിയില്ല, കോഴിക്കോട്ടുകാരാന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കിട്ടി. അപ്പം പിന്നെ ഞങ്ങളുടെ കൂടെ തമ്മിയമ്മൻ്റെ ഫ്രണ്ടും അവർ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ചായിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്താൽ പിന്നെ പറയണ്ടല്ലോ, ചിക്കൻ ബിരിയാണിയാണ്. ആ ഒരു സാലഡും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊതിയാവുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ബിരിയാണി. പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ മാം ഓർഡർ ചെയ്ത പത്തിരിയും അതേപോലെ തന്നെ ചിക്കൻ ഇഷ്ടവും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതും അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ടാണ് ഈ ഒരു കരിക്ക് പുഡിങ്. പിന്നെ ബ്രൗണി വിത്ത് ഐസ്ക്രീമും ഇഷ്ടമാണ്, പക്ഷേ കരിക്കിൻ്റെ പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുഡിങ് വന്നതേ ഓർമ്മയുള്ളൂ. എല്ലാം കൂടി ഒരു യുദ്ധം പോലെ അപ്പം തന്നെ തീർന്നു. പിന്നെ തമ്മിയമ്മയാണെങ്കിൽ അവക്കാഡോ പുഡിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അപ്പം അത് എന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോൾ ഇതേപോലെയൊക്കെ തന്നെ, പക്ഷേ വേറെ എന്തോ ഒരു അവക്കാഡോൻ്റെ ടേസ്റ്റ് അവസാനം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടമായില്ല. പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കഴിച്ചു. അങ്ങനെ എല്ലാ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ഗൈസ്, ബൈ.